നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ ജൂലൈ 12-ാം തീയതി ശനിയാഴ്ച അഭിജിത്ത് നക്ഷത്രം വരുന്ന ദിവസമാണ്. നാളെ അഭിജിത്ത് നക്ഷത്ര സമയം വരുന്ന പവർഫുള്ളായ ഈ 24 മിനിറ്റിൽ ഇനി പറയുന്ന ഒരേ ഒരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ തീർക്കാൻ സാധിക്കാത്ത കടബാധ്യത പോലും പടിപടിയായി കുറയുകയും കൂടാതെ ധനവരവ് വർദ്ധിക്കുന്നതുമാണ്. കാരണം കടബാധ്യതകൾ തീർക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് ചൊവ്വ ശനി ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ നാളെ ശനിയാഴ്ചയോട് ചേർന്ന് വരുന്ന അഭിജിത്ത് നക്ഷത്ര സമയത്ത് ഭഗവാനോട് നിങ്ങൾ എന്തു പ്രാർത്ഥിച്ചാലും അത് 100% നിറവേറുന്നതാണ്. കാരണം അത്രയധികം പവർഫുള്ളായ 24 മിനിറ്റാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് എന്തു പ്രാർത്ഥിച്ചാലും അത് അതുപോലെ തന്നെ നടക്കുന്നതുമാണ്. പ്രത്യേകിച്ചും ശനിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ വെങ്കടേശ്വര സ്വാമിക്ക് ഏറെ വിശേഷപ്പെട്ട ദിവസമാണിത്. അതുകൊണ്ട് വെങ്കടേശ്വര സ്വാമിയെ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനെ നല്ലതുപോലെ പ്രാർത്ഥിച്ച് ഈ ഒരേ ഒരു മന്ത്രം ചൊല്ലിയാൽ മാത്രം മതി. ഉറപ്പായും അതിന് ഫലമുണ്ടാകുന്നതാണ്. ഇനി അതിശക്തിയാർന്ന ആ മന്ത്രം ഏതാണെന്നും എങ്ങനെയാണ് അത് ചൊല്ലേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അഭിജിത്ത് നക്ഷത്രം എന്നത് 28ാമത്തെ നക്ഷത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അഭിജിത്ത് നക്ഷത്ര സമയത്ത് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അല്ലെങ്കിൽ ആ ഒരു മുഹൂർത്തത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അത് 100% നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തെ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ മയിൽപീലികൾക്കിടയിലാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എല്ലാ മാസവും അഭിജിത്ത് നക്ഷത്ര മുഹൂർത്തം വരാറുണ്ട്. ഏകദേശം 24 മിനിറ്റാണ് വരുന്നത്. നാളെ ജൂലൈ 12-ാം തീയതി അഭിജിത്ത് നക്ഷത്ര മുഹൂർത്തം വരുന്നത് രാവിലെ 6:24 മുതൽ 6:48 വരെയാണ്. ഈ 24 മിനിറ്റും ഭഗവാനെ മാത്രം മനസ്സിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. 100% അത് അച്ചിട്ടതുപോലെ തന്നെ നടക്കുന്നതാണ്. അഭിജിത്ത് നക്ഷത്രത്തിൻ്റെ അതിദേവത എന്നത് ബ്രഹ്മാവാണ്. അതുപോലെ തന്നെ പ്രത്യതി ദേവത എന്നത് നരസിംഹമൂർത്തിയുമാണ്. അതുകൊണ്ട് തന്നെ അഭിജിത്ത് നക്ഷത്ര മുഹൂർത്ത സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ബ്രഹ്മാവിനെയും നരസിംഹമൂർത്തിയെയും പ്രാർത്ഥിക്കുക. പൊതുവായി ദാരിദ്ര്യം മാറുവാനും സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടുവാനും കടബാധ്യതയുള്ളവരുടെ കടങ്ങൾ തീർക്കുവാനും നാളത്തെ അതിശക്തിയാർന്ന ഈ 24 മിനിറ്റ് വളരെയധികം നിങ്ങൾക്ക് ഫലപ്രദമാണ്. അതുകൊണ്ട് ഏത് കാരണം കൊണ്ടാണെങ്കിലും ഈ ഒരു അവസരം ആരും തന്നെ നഷ്ടപ്പെടുത്തരുത്. വളരെയധികം പവർഫുള്ളായ ഈ 24 മിനിറ്റ് അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടി ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ അതിലൂടെ സമ്പത്തും സമൃദ്ധിയും വർദ്ധിക്കുന്നതാണ്. ഇനി നാളെ അഭിജിത്ത് നക്ഷത്ര സമയത്ത് ചൊല്ലേണ്ട അതിശക്തിയാർന്ന മന്ത്രം ഏതാണെന്നും എങ്ങനെയാണ് അത് ചൊല്ലേണ്ടതെന്നും നോക്കാം. ആദ്യം തന്നെ നാളെ രാവിലെ കൃത്യം 6:24 തന്നെ നിങ്ങളുടെ പൂജാമുറിയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുൻപാകെ ദീപം തെളിയിക്കുക. നെയ്യുണ്ടെങ്കിൽ നെയ്യൊഴിച്ച് തന്നെ ദീപം കൊളുത്തുക. നെയ്യില്ല എങ്കിൽ നല്ലെണ്ണയൊഴിച്ച് ദീപം കൊളുത്താവുന്നതാണ്. ഈ ദീപം കൃത്യം 6:48 വരെയും കത്തിയിരിക്കേണ്ടതാണ്. അതായത് 24 മിനിറ്റും പൂജാമുറിയിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ദീപം തെളിഞ്ഞിരിക്കണം. വിളക്ക് കൊളുത്തിയതിനു ശേഷം നിങ്ങളുടെ വലത് ഉള്ളം കൈയിൽ ഒരു ജാതിക്ക വെക്കുക. ഇനി ജാതിക്ക ഇല്ല എങ്കിൽ അതിനു പകരമായി ഒരു ഏലക്ക അല്ലെങ്കിൽ ഒരു ഗ്രാമ്പു കയ്യിൽ വെക്കാവുന്നതാണ്. ജാതിക്ക കയ്യിൽ വെച്ചതിന് ശേഷം ഇനി പറയുന്ന മന്ത്രം പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി 27 പ്രാവശ്യം ചൊല്ലുക. മന്ത്രം ചൊല്ലുന്നതിന് മുൻപ് ഏതാഗ്രഹമാണോ നിങ്ങൾക്ക് സാധിക്കാനുള്ളത് ആ ആഗ്രഹം ഭഗവാനോട് പറയുക. ഭഗവാനെ, എൻ്റെ ആഗ്രഹം ഇതാണ്. ഇത് സാധിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതം കുറച്ചുകൂടി നന്നായിരുന്നേനെ. ഇനി അതല്ലെങ്കിൽ കടബാധ്യത തീരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഭഗവാനെ, എത്രയും പെട്ടെന്ന് എൻ്റെ കടബാധ്യതയിൽ നിന്നും എനിക്ക് മുക്തി ലഭിക്കണമേ, അതിനുള്ള മാർഗം നീ കാണിച്ചു തരണമേ എന്ന് നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഏതാഗ്രഹമാണോ നിങ്ങൾക്ക് സാധിക്കാനുള്ളത് ആ ആഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. മന്ത്രം ഇതാണ്: ഓം പുരന്ദരായ നമഃ, ഓം പുരന്ദരായ നമഃ, ഓം പുരന്ദരായ നമഃ. ഏറ്റവും കുറഞ്ഞത് 27 തവണയാണ് ചൊല്ലേണ്ടത്. ഇനി സമയമുള്ളവരാണ് നിങ്ങളെങ്കിൽ 108 തവണ മന്ത്രം ചൊല്ലാവുന്നതാണ്. 27 തവണ അല്ലെങ്കിൽ 108 തവണ മന്ത്രം ചൊല്ലിത്തീർന്നതിന് ശേഷം
നിങ്ങളുടെ കയ്യിലുള്ള ജാതിക്ക അല്ലെങ്കിൽ ഗ്രാമ്പൂ ആണെങ്കിലും ഏലക്കയാണെങ്കിലും അത് നിങ്ങളുടെ പണപ്പെട്ടിയിൽ വെക്കുക. ഇനി കടങ്ങളാണ് തീരേണ്ടതെങ്കിൽ നിങ്ങൾ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത ആ ഒരു രസീത് അല്ലെങ്കിൽ ബാങ്ക് രേഖകൾ വെച്ചിരിക്കുന്നത് എവിടെയാണോ അവിടെ വെക്കാവുന്നതാണ്. കാരണം ഈ ജാതിക്ക അവിടെ വെക്കുന്നതിലൂടെ ആ കടം അല്ലെങ്കിൽ ആ ഒരു ലോൺ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തീർക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. എന്നാൽ നോൺ വെജ് കഴിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ പുല വാലായ്മ ഉള്ളവർക്കോ ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ ശാരീരികമായും മാനസികമായും ശുദ്ധിയുള്ളവർക്ക് മാത്രമേ ജാതിക്ക കയ്യിൽ വെച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുവാൻ കഴിയൂ. ഇനി നിങ്ങൾക്ക് പുല വാലായ്മയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നോൺ വെജ് കഴിച്ചു പോയി പീരീഡ്സ് ആണ്, അങ്ങനെയുള്ളവർക്ക് ജാതിക്ക കയ്യിൽ വെക്കാതെ മന്ത്രം മാത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ശനി ദോഷമുള്ളവർക്ക് അല്ലെങ്കിൽ ശനിയുടെ കാഠിന്യം കൂടുന്തോറും നമുക്ക് പണം സംബന്ധമായ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്നതാണ്. ശനിദേവന് വളരെയധികം പ്രാധാന്യമുള്ള ദിവസമാണ് ശനിയാഴ്ച. അതുപോലെ തന്നെ വെങ്കടേശ്വര സ്വാമിക്ക് ഏറെ വിശേഷപ്പെട്ട ദിവസവും ശനിയാഴ്ചയാണ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ പലരും കടക്കെണിയിൽ അകപ്പെട്ടു പോകുന്നത് ശനിയുടെ സ്വാധീനം കൊണ്ടാണ്. അതിനാൽ ശനി ഹോര സമയത്ത് വരുന്ന ഈ അഭിജിത്ത് നക്ഷത്ര മുഹൂർത്ത സമയത്ത് ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ കടക്കെണിയിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ്. മാത്രമല്ല ഈ ഒരു നാമം ജപിക്കുന്നതിലൂടെ ദാരിദ്ര്യം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടം എന്നിവ ഇല്ലാതാകുകയും കുടുംബത്തിൽ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും നിലനിൽക്കുന്നതുമാണ്. അതുകൊണ്ട് മാസത്തിൽ ഒരേ ഒരു തവണ വരുന്ന ഈ ഒരു അവസരം ആരും തന്നെ നഷ്ടപ്പെടുത്തരുത്. ശനിയാഴ്ചയും തിരുവോണം നക്ഷത്രവും അഭിജിത്ത് നക്ഷത്ര മുഹൂർത്തവും കൂടി ചേർന്ന് വരുന്ന ഈ ദിവസത്തിൽ ഈ നാമം ചൊല്ലുന്നതിലൂടെ 10 മടങ്ങു ഫലം ലഭിക്കുന്നതുമാണ്. ഇനി പണം സംബന്ധമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനും പണവരവ് വർദ്ധിക്കുവാനും ഈ അതിശക്തിയാർന്ന 24 മിനിറ്റിൽ ചെയ്യേണ്ട മറ്റൊരു പരിഹാരത്തെക്കുറിച്ച് പറയാം. ഈ ഒരു പരിഹാരം നിങ്ങളുടെ റൂമിലോ അല്ലെങ്കിൽ ഹാളിലോ പൂജാമുറിയിലോ ഇരുന്ന് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നതെങ്കിലും നിങ്ങളുടെ നടുവ് നിവർത്തി ദീർഘശ്വാസം എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ 2 ഉള്ളം കൈയും പരസ്പരം നന്നായി തിരുമ്മി ആ ഒരു കൈ കൊണ്ട് നിങ്ങളുടെ മുഖത്തും തലയിലും സ്പർശിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇടത് കൈയിൽ ഒരു നാണയവും ഒരു ചെറിയ കഷ്ണം പച്ച കർപ്പൂരവും വെക്കുക. പിന്നീട് നിങ്ങളുടെ വലത് കൈ കൊണ്ട് അത് മൂടി പിടിക്കുക. ഈ കൈകൾ നിങ്ങളുടെ മടിയിൽ ഏകദേശം പുക്കിളിന് താഴെയായി വെക്കുക. പിന്നീട് കണ്ണുകൾ അടച്ച് ഇനി പറയുന്ന അതിശക്തിയാർന്ന മന്ത്രം ചൊല്ലുക. ഓം ശ്രീധരായ നമഃ. ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ വിഷ്ണു ഭഗവാനെയും അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും പ്രസാദിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇത് ചൊല്ലുവാൻ പ്രത്യേക നിഷ്ഠകളൊന്നും തന്നെ ആവശ്യമില്ല. ആർക്കു വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. മന്ത്രം നിങ്ങൾക്ക് എത്ര തവണയാണോ ചൊല്ലുവാൻ സാധിക്കുന്നത് അത്രയും തവണ ചൊല്ലാവുന്നതാണ്. 9, 11 അല്ലെങ്കിൽ 21, 108 തവണയോ ചൊല്ലാവുന്നതാണ്. മന്ത്രം ചൊല്ലിത്തീർന്നതിന് ശേഷം നിങ്ങളുടെ ഉള്ളം കയ്യിലുള്ള നാണയവും പച്ച കർപ്പൂരവും നിങ്ങൾ എവിടെയാണോ പണം സൂക്ഷിക്കുന്നത് അവിടെ വെക്കുക. ഇങ്ങനെ വെക്കുന്ന ഈ പച്ച കർപ്പൂരവും നാണയവും അടുത്ത അഭിജിത്ത് നക്ഷത്ര മുഹൂർത്തം വരുന്ന ആ ഒരു ദിവസം വരെ നിങ്ങളുടെ പണപ്പെട്ടിയിൽ തന്നെ ഇരിക്കട്ടെ. 1 മാസത്തിന് ശേഷം ഈ നാണയം മംഗളകരമായ എന്തെങ്കിലും വസ്തു വാങ്ങുവാനായി ഈ ഒരു നാണയം കൂടി എടുക്കാവുന്നതാണ്. ഇനി പച്ചക്കർപ്പൂരം 1 മാസമാകുമ്പോഴേക്കും അലിഞ്ഞു പോകുന്നതാണ്. ഈ ഒരു കർമ്മവും പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി വെച്ചതിന് ശേഷമാണ് ചെയ്യേണ്ടത്. മാത്രമല്ല ഈ ഒരു കർമ്മവും ആദ്യം പറഞ്ഞ അഭിജിത്ത് നക്ഷത്ര മുഹൂർത്തം വരുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും ലക്ഷ്മി നാരായണന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.